ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാലും മാങ്ങയും കൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. എത്ര കുടിച്ചാലും കൊതി തീരാത്ത ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ആദ്യം നല്ല പോലെ പഴുത്തിട്ടുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കരുത്, ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കാനുള്ളതാണ്. കുറച്ചുകൂടെ വലിപ്പത്തിലാണ് നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നതെങ്കിൽ ശരിക്കങ്ങ് അരഞ്ഞു കിട്ടാതെ കട്ടയായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടക്കും. ഞാനിപ്പോൾ ഇവിടെ 2 മാങ്ങയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു 2 മാങ്ങയുടെ കണക്കനുസരിച്ചാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ മുഴുവനായിട്ടും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള ഡ്രിങ്കിന് ഏലക്കയുടെ മണം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കവർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ബട്ടറിന് പകരം നെയ്യ് ഇട്ട് കൊടുക്കരുത്. നെയ്യ് ഈ ഒരു ഡ്രിങ്കിന് നന്നായിരിക്കില്ല, ബട്ടർ തന്നെയാണ് നല്ലത്. നമ്മളിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ നിറച്ച് എടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. ഒട്ടും തന്നെ കട്ടകളൊന്നും ആവാതെ കുറുകി കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരുപാടങ്ങ് കട്ടയാവരുത്. കറക്റ്റ് ഇതാണ് പരുവം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കിട്ടുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു മാങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും. എന്നിട്ട് വീണ്ടും കൈവിടാതെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി, തിളയ്ക്കരുത്. ഇത് കട്ടയായി പോവാതെ ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടാറുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഡ്രിങ്കിന് നമുക്ക് ഇത്രയും തന്നെ കട്ടി വേണം. ഇനി ഒരുപാടങ്ങ് വെള്ളമൊഴിച്ചോ അല്ലെങ്കിൽ പാലൊഴിച്ചോ ലൂസാക്കരുത്. ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആ ഒരു തണുപ്പനുസരിച്ച് നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതിലേക്ക് കളറിനൊക്കെ വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു നിർബന്ധവും ഇല്ല, അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല, എല്ലാവർക്കും അറിയാം. വീഡിയോയ്ക്ക് ഒരു കളറിന് വേണ്ടി, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഡ്രിങ്കാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.